പലസ്തീൻ എന്ന് പറഞ്ഞാൽ അത് ഗാസ മാത്രമല്ല. വെസ്റ്റ് ബാങ്കും ഗാസയും ജെറൂസലേം നഗരവും ഈസ്റ്റേൺ ജെറൂസലേമും ചേരുന്ന ഒരു 3 ഖണ്ഡങ്ങളാണ്. സ്വതന്ത്ര പരമാധികാര പലസ്തീൻ ഇനി എന്തെങ്കിലും സാധ്യമായാൽ ഏതെങ്കിലും രീതിയിൽ ഹമാസിന്റെ ഒരു നിഴലെങ്കിലും ഉണ്ടെങ്കിൽ അമേരിക്ക അത് സമ്മതിക്കില്ല. ഇപ്പോൾ തന്നെ ഇസ്രയേൽ പല ഫ്രണ്ടിൽ യുദ്ധം ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളുമായി ഒരേ സമയം 6 രാജ്യങ്ങളുമായി യുദ്ധത്തിലാണ്. ഇസ്രയേൽ അതിന്റെ എക്സിസ്റ്റൻസിന് വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും പോകുമെന്ന് ചരിത്രപരമായി തെളിയിച്ചിട്ടുള്ള രാജ്യമാണ്. വെസ്റ്റ് ബാങ്ക് കൂടി ഏറ്റെടുക്കാൻ ഇസ്രയേൽ ശ്രമം നടത്തിയാൽ ഒരുപക്ഷെ അത് പൂർണ്ണമായ യുദ്ധത്തിൽ കലാശിക്കും. അമേരിക്കയ്ക്ക് കടുപ്പത്തിലൊരു അഭിപ്രായം പറയേണ്ടി വരും. ഡോക്ടർ മോഹൻ വർഗീസ് സാർ, ഈ ഇസ്രയേലിൽ 2023 ഹമാസ് നടത്തിയ കടന്നാക്രമണത്തെ പലസ്തീൻ ജനത തള്ളിക്കളയുന്നുവെന്ന് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. യുദ്ധാനന്തരം ഗാസയിൽ ഹമാസിന് സ്ഥാനമുണ്ടാവില്ല എന്നും അവർ ആയുധം ഉപേക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പ്രസ്താവനയെ എങ്ങനെ നോക്കിക്കാണണം? ഈ പോസ്റ്റ് വാർ ഗാസ അതിന്റെ റീകൺസ്ട്രക്ഷൻ എങ്ങനെ ഉണ്ടാവണം, അതിന്റെ ഭരണ സംവിധാനം എന്തായിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ആലോചനകൾ ഇപ്പോൾ ലോകം നടത്തുന്നു. അതിന്റെ ഭാഗമായി നടത്തുന്ന പ്രസ്താവനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ഇപ്പോഴത്തെ പലസ്തീൻ അതോറിറ്റിയുടെ ചെയർമാൻ മഹ്മൂദ് അബ്ബാസ് നടത്തിയ ഈ നിരീക്ഷണങ്ങൾ. നോക്കൂ, പലസ്തീൻ എന്ന് പറഞ്ഞാൽ അത് ഗാസ മാത്രമല്ല. വെസ്റ്റ് ബാങ്കും ഗാസയും ജെറൂസലേം നഗരവും ഈസ്റ്റേൺ ജെറൂസലേമും ചേരുന്ന ഒരു 3 ഖണ്ഡങ്ങളാണ്. അത് 3 ചേരുന്ന പ്രദേശമാണ് പലസ്തീൻ. പലസ്തീൻ സ്വതന്ത്ര പലസ്തീൻ എന്ന് പറയുമ്പോൾ ജെറൂസലേം കേന്ദ്രമാക്കി തലസ്ഥാനമാക്കി ഗാസയും വെസ്റ്റ് ബാങ്കും കൂടെ ചേർന്ന ഒരു പ്രദേശം. ഇവിടെ ഏറ്റവും അധികം ഭൂമി ഉള്ളത് വെസ്റ്റ് ബാങ്കിലാണ്. അവിടെയാണ് യഹൂദന്മാർക്ക് വളരെ പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ്. ബെത്ലഹേം ഉൾപ്പെടെ, ക്രിസ്തുവിന്റെ ജന്മസ്ഥലമായ ബെത്ലഹേം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുള്ളത് വെസ്റ്റ് ബാങ്കിലാണ്. ഇസ്രായേലിന് അത് വേണ്ടപ്പെട്ട സ്ഥലം തന്നെയാണ്. അപ്പൊ പലസ്തീൻ രാഷ്ട്ര രൂപീകരണം സംഭവിക്കണം എങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ പോരാടിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഗാസയിലെ ഹമാസിനെതിരെയാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തത്വത്തിൽ വലിയ രീതിയിൽ ജിനോസൈഡാണ്, വംശഹത്യയാണ് എന്നൊക്കെ പറയുമ്പോഴും ഇസ്രായേലിന്റെ ഭാഷ്യം ഹമാസിനോടാണ് തങ്ങളുടെ പോരാട്ടം, പലസ്തീനിയൻ ജനതയോടല്ല. ഇഫക്റ്റീവ്ലി അത് പലസ്തീനിയൻ ജനതയോടായി മാറുന്നു. കാരണം ഹ്യൂമൻ ഷീൽഡ് ആയി ഹമാസ് ഈ ആളുകളെ ഉപയോഗിക്കുന്നു എന്നത് ഒരു യുദ്ധതന്ത്രം തന്നെയാണ്. നിങ്ങൾ സംഭവിക്കും. അത് അല്ല എങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല. അങ്ങനെ വരുമ്പോൾ പോസ്റ്റ് വാർ ഗാസ അല്ലെങ്കിൽ പോസ്റ്റ് വാർ പലസ്തീൻ അല്ലെങ്കിൽ സ്വതന്ത്ര പരമാധികാര പലസ്തീൻ ഇനി എന്തെങ്കിലും സാധ്യമായാൽ ഏതെങ്കിലും രീതിയിൽ ഹമാസിന്റെ ഒരു നിഴലെങ്കിലും ഉണ്ടെങ്കിൽ അമേരിക്ക അത് സമ്മതിക്കില്ല. ഇസ്രയേൽ ഒരു കാരണവശാലും അത് സമ്മതിക്കില്ല. ഇസ്രയേലിലെ 1200 പേരെ കൊന്നൊടുക്കിയ, ഇസ്രയേലിനെതിരെ നിരന്തരം ആക്രമണം നടത്തിയ ഹമാസിനെ അംഗീകരിക്കാൻ ഇസ്രയേൽ തയ്യാറാവില്ല. അപ്പോൾ മഹ്മൂദ് അബ്ബാസിന്റെ പ്രസ്താവനയുടെ പിന്നിൽ എന്താണ്? ഇസ്രയേലിന് നേരെ ഹമാസ് ഒക്ടോബർ 7, 2023 നടത്തിയ ആക്രമണത്തെ തള്ളിക്കളയുന്നു. പലസ്തീനിയൻ ജനതയ്ക്ക് വേണ്ടി മഹ്മൂദ് അബ്ബാസ് പറയുകയാണ്, തങ്ങൾ തള്ളിക്കളയുന്നു. പക്ഷേ പലസ്തീൻ എന്ന രാഷ്ട്രം സാധ്യമാവണം. അതിന് ഹമാസ് ഒരു പ്രതിബന്ധമാണ് എങ്കിൽ ഹമാസിനെ ഒഴിവാക്കി ഒരു സ്വതന്ത്ര പരമാധികാര പലസ്തീൻ ഉണ്ടാവണം. അതുകൊണ്ടാണ് എല്ലാ കണ്ണുകളും മഹ്മൂദ് അബ്ബാസിലേക്ക് കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ടാണ് നിലവിൽ മഹ്മൂദ് അബ്ബാസ് പോലും പ്രതിരോധത്തിലാണ്. എന്തുകൊണ്ടാണ്? താൻ നിയന്ത്രിക്കുന്നു എന്ന് പൊതുവെ പറയുന്ന വെസ്റ്റ് ബാങ്ക്, അതിൽ വലിയ തോതിലാണ് ഇസ്രായേലി അധിനിവേശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രദേശത്തിന്റെ വലിയൊരു ഭാഗം ഇസ്രായേലി ഓക്യുപ്പേഷനിൽ ആയിക്കഴിഞ്ഞു. ഇപ്പോൾ ഹമാസിന് നേരെ മാത്രമല്ല, വെസ്റ്റ് ബാങ്കിലെ ഫത്താ ഭരണകൂടത്തിനെതിരെയും ഇസ്രായേൽ നീങ്ങുന്നു എന്ന പ്രതീതിയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ പലസ്തീനിയൻ ജനതയെ കിഴത്തും വലതും അല്ലെങ്കിൽ പടിഞ്ഞാറും കിഴക്കുമായി ഉള്ള 2 വിഭാഗങ്ങളെയും ഒരുപോലെ തന്നെ എലിമിനേറ്റ് ചെയ്യാനായി ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടാൽ ലോക മനസാക്ഷി ഉണരുക തന്നെ ചെയ്യും. പക്ഷെ അതിനൊരു വയമീഡിയ എന്ന നിലയിൽ ഇസ്രായേലിനെ പൂർണ്ണമായി പിണക്കാതെ ഒരു സമവായത്തിന്റെ രീതിയിൽ എന്തെങ്കിലും പരമാധികാര പലസ്തീൻ സംഭവിക്കണം എങ്കിൽ ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തെ അപലപിച്ചേ തീരൂ എന്ന യാഥാർത്ഥ്യ ബോധം കൊണ്ടായിരിക്കണം മുഹമ്മദ് അബ്ബാസ് അങ്ങനെ പറഞ്ഞത്. ഗാസ പിടിച്ചടക്കാൻ ശ്രമം നടത്തുന്ന ഇസ്രയേൽ പലസ്തീന്റെ ഏറ്റവും വലിയ ഭൂപ്രദേശമായ വെസ്റ്റ് ബാങ്കും പിടിച്ചെടുത്തേക്കുമെന്ന് സൂചനകളുണ്ട്. ഇതിനിടയിലാണ് അറബ് രാഷ്ട്രങ്ങളായ ഖത്തർ, UAE, ജോർദാൻ, ഈജിപ്ത്, തുർക്കി തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള മുസ്ലിം നേതാക്കളുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തുന്നത്.
വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കാൻ ഇസ്രയേലിനെ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് അറബ് നേതാക്കൾക്ക് വാക്കുകൊടുത്തിട്ടുണ്ട് ട്രംപ്. വെസ്റ്റ് ബാങ്ക് ഏറ്റെടുക്കൽ പദ്ധതിയിൽ നിന്ന് അപ്പോൾ ഇസ്രായേൽ പിന്മാറുമോ? ഗാസ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ അല്ല വെസ്റ്റ് ബാങ്ക് ഏറ്റെടുക്കാൻ ശ്രമിക്കുക. വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേലിനെതിരെ കാര്യമായ ആക്രമണങ്ങളൊന്നും തന്നെ സമീപ ഭൂതകാലത്ത് ഉണ്ടായിട്ടില്ല. മുൻപുണ്ടായിട്ടുണ്ട്. അത് യാസർ അറഫത്തൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അതിശക്തമായ PLOയുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലമാണ് വെസ്റ്റ് ബാങ്ക് എന്ന് ഓർക്കണം. അവർ ശക്തമായി പോരാടി. ഇൻതിഫാദ അപ്രൈസിംഗ് ആണ്. ഒന്നാം ഇൻതിഫാദയും രണ്ടാം ഇൻതിഫാദയും എല്ലാം നയിച്ചത് യാസർ അറഫത്ത് നേതൃത്വം നൽകുന്ന പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനാണ്. ഇന്ന് PLO പ്രസക്തമല്ല. ഇന്നത് ഫത്ത പാർട്ടി എന്ന നിലയിലാണ് ഈ പലസ്തീൻ അതോറിറ്റി രൂപീകരിച്ചിരിക്കുന്നതും മുഹമ്മദ് അബ്ബാസ് വെസ്റ്റ് ബാങ്കിൽ ചുമതലയിൽ ഇരിക്കുന്നതും ഒരു ഭാഗിക ഗവൺമെന്റ്, ഒരു അർദ്ധ ഗവൺമെന്റ് എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നതും അതുകൊണ്ടാണ്. ഇപ്പോഴിതാ ഇസ്രയേലിന്റെ ഒരു എക്സ്പാൻഷനിസ്റ്റ് പോളിസി, ഒരു വിശാല ഇസ്രയേൽ, ഗ്രേറ്റർ ഇസ്രയേൽ, അതെന്ന് പറയുമ്പോൾ എൻറ്റയർ റീജിയൻ, ഇന്നത്തെ ഇസ്രയേലും ഇന്നത്തെ വെസ്റ്റ് ബാങ്കും ഇന്നത്തെ ഗാസയും ഇന്നത്തെ കിഴക്കൻ ജെറുസലേമും, ഇനി എന്തിന് സിറിയയുടെ പ്രദേശമായ ഗോലൻ കുന്നുകളും ഈജിപ്തിന്റെ പ്രദേശമായ സൈനായ് മരുഭൂമിയും അതുപോലെ സൗദി അറേബ്യയുടെ വടക്കൻ പ്രദേശങ്ങളും എല്ലാം ജോർദാന്റെ നല്ലൊരു പ്രദേശവും ജോർദാന്റെ പടിഞ്ഞാറൻ പ്രദേശവും എല്ലാം ചേർന്ന് വിശാല ഇസ്രയേൽ എന്ന ഒരു ആശയം നടപ്പാക്കാനായി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രയേലി ഭരണകൂടവും ഇറങ്ങി തിരിച്ചിരിക്കുന്നതായി പല പാശ്ചാത്യ ശക്തികളും, അറബി ശക്തികൾ മാത്രമല്ല വെസ്റ്റേൺ പവേഴ്സ് പോലും ഭയക്കുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഗസയ്ക്ക് നേരെ, ഹമാസിന് നേരെ തിരിച്ചു വച്ചിരിക്കുന്ന തോക്കുകൾ, പീരങ്കികൾ ഇനിയിപ്പോൾ വെസ്റ്റ് ബാങ്കിന് നേരെയും തിരിച്ചു വെക്കില്ലേ? ഇത് അവസരമായി എടുത്തുകൊണ്ട് വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായി അധീനതയിലാക്കാൻ ഇസ്രയേൽ ശ്രമിക്കും എന്ന ഒരു ചിന്തയുണ്ട്. അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. വെസ്റ്റ് ബാങ്കിന് രണ്ട് ഫ്രണ്ടിൽ ഇപ്പോൾ തന്നെ ഇസ്രയേൽ പല ഫ്രണ്ടിൽ യുദ്ധം ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളുമായി ഒരേ സമയം 6 രാജ്യങ്ങളുമായി യുദ്ധത്തിലാണ്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 6 രാജ്യങ്ങൾ ഇസ്രയേൽ ആക്രമിച്ചു. ഇറാൻ എന്ന ശക്തമായ രാജ്യത്തെ ആക്രമിക്കുന്നു, ഇറാൻ തിരിച്ചും ആക്രമിച്ചു. ഇറാഖിന്റെ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തുന്നു. സിറിയയിൽ ഗോലാൻ കുന്നുകൾ കടന്നുകൊണ്ട് ആക്രമണം നീളുന്നു. ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ, ഹൂതികൾക്കെതിരെ, യമനിൽ, എന്തിന് ഖത്തറിലെ താവളങ്ങൾക്ക്, ഹമാസ് താവളങ്ങൾക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാകുന്നു. അപ്പൊ എത്ര ഫ്രണ്ടിൽ ഒരേ സമയത്ത് ഒരു ചെറിയ രാജ്യത്തിന് യുദ്ധം ചെയ്യാം? അതൊരു ന്യായമായ ഒരു സംശയമാണ്. പക്ഷേ ഇസ്രയേൽ അതിന്റെ എക്സിസ്റ്റൻസിന് വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും പോകുമെന്ന് ചരിത്രപരമായി തെളിയിച്ചിട്ടുള്ള രാജ്യമാണ്. അതുകൊണ്ടാണ് വെസ്റ്റ് ബാങ്ക് കൂടി ഏറ്റെടുക്കാൻ ഇസ്രയേൽ ശ്രമം നടത്തിയാൽ ഒരുപക്ഷെ അത് പൂർണ്ണമായ യുദ്ധത്തിൽ കലാശിക്കും. അമേരിക്കയ്ക്ക് കടുപ്പത്തിൽ ഒരു അഭിപ്രായം പറയേണ്ടി വരും. അതുകൊണ്ട് അത് എനിക്ക് തോന്നുന്നില്ല വെസ്റ്റ് ബാങ്ക് കൂടി കീഴടക്കിക്കൊണ്ട് ഇസ്രയേൽ മുന്നോട്ട് പോകും എന്ന് കരുതുന്നില്ല. പരമാവധി വെസ്റ്റ് ബാങ്കിനെ ഇന്നത്തെ നിലയിൽ തന്നെ ഇസ്രയേലിനെ അംഗീകരിക്കുന്ന ഒരു മൈൽഡ് പലസ്തീനിയൻ പ്രദേശമായി നിലനിർത്താനാവും ഇസ്രയേലിന്റെ ശ്രമം. അതേസമയം മറുവശത്തെ വെസ്റ്റ് ബാങ്കും ഗാസയും ചേർന്ന് കിഴക്കൻ ജെറുസലേമും കൂടി ചേർന്നുകൊണ്ട് പരമാധികാര പലസ്തീൻ എന്ന ഒരു പുഷ് കുറച്ചുകൂടി ഗൗരവമായി നടത്തുന്നതിന്റെ ഹബ്ബായി പ്രവർത്തിക്കുന്നത് ഗാസ ആയിരിക്കില്ല, വെസ്റ്റ് ബാങ്ക് ആയിരിക്കും. ഈ ഗാസയുടെ കാര്യത്തിൽ ശരിക്കും ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ടോ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ? അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഏറ്റവും പീക്ക് ഘട്ടത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ. എക്കാലത്തും ഇസ്രായേലിന്റെ മേൽ സമ്മർദ്ദമുണ്ട്. എല്ലാ പ്രതിബന്ധങ്ങളോടും ഓക്സിനോടും എഗൻസ്റ്റ് ആയിട്ട് പടവെട്ടി തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോയത്. അല്ലാതെ എല്ലാവരും സർട്ടിഫിക്കറ്റ് കൊടുത്തത് കൊണ്ടല്ല ഇസ്രായേൽ കാര്യങ്ങളൊന്നും ചെയ്തത്. എല്ലാവരുടെയും അനുവാദം വാങ്ങിച്ചിട്ടല്ല ഇസ്രായേൽ ഒരു യുദ്ധവും ചെയ്തത്. ഇസ്രായേൽ എപ്പോഴും അഗ്രഷൻ ആണ്. കാരണം അവരുടെ നിലനിൽപ്പിന്റെ ഒരു പോളിസി തന്നെയാണ് അഗ്രഷൻ എന്ന് പറയുന്നത്. അല്ല എങ്കിൽ അഗ്രഷനിലൂടെ അല്ലാതെ എങ്കിൽ ഒരു ജൂതരാഷ്ട്രം എങ്ങനെയാണ് സ്ഥാപിക്കുക? അന്താരാഷ്ട്ര ഗുഡ്വിൽ ഉണ്ടായിരുന്നു. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വെസ്റ്റേൺ യൂറോപ്പിന്റെയും ഗുഡ്വിൽ ഒക്കെ ഉണ്ടായിരുന്നു. ഓഷ്വിറ്റ്സുകളിൽ എരിഞ്ഞടങ്ങുന്ന ജൂതനോടുള്ള ഒരു ഐക്യദാർഢ്യം, ജൂതനോടുള്ള ഒരു സ്നേഹവായ്പ് മുൻകാലങ്ങളിൽ ഇല്ലായിരുന്നു. 17, 18, 19 നൂറ്റാണ്ടുകളിലൊന്നും ഇല്ലാതിരുന്ന ഒരു ജൂതപ്രേമം പെട്ടെന്ന് പാശ്ചാത്യ ശക്തികൾക്ക് ഉണ്ടാവുകയും അങ്ങനെ 48-ൽ ഇസ്രായേൽ സാധ്യമാവുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ ആ ഒരു ഗുഡ് വിൽ ഇല്ല എന്നോർക്കണം. ഇസ്രായേലിന്റെ ആക്രമണം, അധിനിവേശം, വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ, നിരപരാധികളെ കൊന്നൊടുക്കുന്നത്, കാരണം ഹമാസിനെ എതിർക്കുന്നത് ന്യായമാണ്. അതേസമയം പലസ്തീനിയൻ ജനതയെ മൊത്തത്തിൽ വംശഹത്യ നടത്തുന്നു എന്നൊരു പ്രതീതിയാണ് ഐക്യരാഷ്ട്ര സംഘടന പോലും നടത്തുന്നത്. അപ്പൊ ഇതിനൊരു നിയന്ത്രണം വേണമല്ലോ എന്ന് ലോകം
വളരെ ഗൗരവമായി ചിന്തിച്ചത് കൊണ്ടാണ്. അതിന് കൃത്യമായ ഉത്തരങ്ങളില്ല എങ്കിൽ പോലും ലോകം അത് ധാർമ്മികമായി ചിന്തിച്ചു. അതുകൊണ്ടാണ് ഇസ്രയേലിനുള്ള പിന്തുണ അനുദിനം കുറഞ്ഞു വരികയും ഇസ്രയേലിനുള്ള പിന്തുണ അമേരിക്ക മാത്രമായി ചുരുങ്ങുകയും ചെയ്യുന്നു. പക്ഷെ അമേരിക്കയുടെ പിന്തുണ മാത്രം മതിയാകും ഒരുപക്ഷെ ഇസ്രയേലിന് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ. ഇത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ ലോകവും യുണൈറ്റഡ് നേഷൻസും ഒക്കെ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ പ്രതിഷേധങ്ങളുണ്ട്. അറബ് രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. പല പല മുന്നറിയിപ്പുകളുണ്ട്. ഇതെല്ലാം അവഗണിച്ചും ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തുന്നത് തുടരുകയാണല്ലോ. ശരിക്കും എന്താണ് നെതന്യാഹു ലക്ഷ്യമിടുന്നത്? നെതന്യാഹു എന്ന വ്യക്തിയുടെ ഒരു താല്പര്യം ഇതിൽ വളരെ പ്രധാനമാണ്. ദ പേഴ്സൺ മാറ്റേഴ്സ്. പൊതുവെ ഇസ്രായേലിന്റെ ലാർജർ താല്പര്യങ്ങൾ എന്ന് പൊതുവെ പറയാമെങ്കിലും നെതന്യാഹു എന്ന വ്യക്തിക്കെതിരെ അഴിമതി ആരോപണങ്ങളുണ്ട്. ഒരുപാട് മറ്റ് ആരോപണങ്ങൾ നേരിടുന്ന ഇസ്രായേലിന്റെ നിയമപീഠത്തിന് മുന്നിൽ വിചാരണ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരാളാണ് ബെഞ്ചമിൻ നെതന്യാഹു. അത് മാത്രമല്ല, അദ്ദേഹം ഒരു ഞാനിന്മേൽ കളിയിലാണ്. അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസ് പോലും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നു. അദ്ദേഹം നയിക്കുന്ന ഒരു കൊയലീഷൻ ദേശീയ സർക്കാർ തീവ്ര വലതുപക്ഷ റാഡിക്കൽ സയനിസ്റ്റ് കക്ഷികളുടെ കൂടി പിൻബലത്തിലാണ് അദ്ദേഹം നയിക്കുന്നത്. അവരെ പിണക്കിയാൽ അവർ പിന്തുണ പിൻവലിക്കും. ഇസ്രായേലിന്റെ ഗവൺമെന്റ്, ബെഞ്ചമിൻ നെതന്യാഹു ഗവൺമെന്റ് താഴെ പോകും. തന്റെ പ്രധാനമന്ത്രി പദം അവസാനിക്കും. അതുകൊണ്ട് ഒന്നുകിൽ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് താഴെ പോകും, അങ്ങനെയെങ്കിൽ അറസ്റ്റും വിചാരണയുമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് നിരന്തരമായി പെർപെച്വലായി ഒരു വാർ മോഡിൽ നിൽക്കേണ്ടത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആവശ്യമാണ്, ഇസ്രായേലി ഡീപ് സ്റ്റേറ്റിന്റെ ആവശ്യമല്ല. എന്നാൽ ഇസ്രായേലി ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണ് ഇസ്രായേലി സീക്രട്ട് സർവീസായ മൊസാദും ഗ്ലോബൽ ഇന്റേണൽ സീക്രട്ട് സർവീസ് ആൻഡ് ഇന്റലിജൻസ് ഏജൻസിയായ ഷിൻബിറ്റും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് IDF എല്ലാം തന്നെ ഡീപ് സ്റ്റേറ്റ് ഇസ്രായേലിന്റെ വിവിധ ഘടകങ്ങൾ തന്നെയാണ്. അതുപോലെ ഇസ്രായേലിന്റെ ഒരു തിങ്ക് ടാങ്ക് ഉണ്ട്, റാഡിക്കൽ സയനിസ്റ്റ് മൂവ്മെന്റുകളുണ്ട്, പാർട്ടികളുണ്ട്. ഇതെല്ലാം തന്നെ ചേരുന്നതാണ് ഇസ്രായേലിന്റെ സ്വത്വം. അവിടെ ഇസ്രായേലിന്റെ ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളുടെ സംരക്ഷകൻ താനാണ് എന്ന് അവരെ നിരന്തരം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു വാണ്ട്സ് ദ വാർ ടു കണ്ടിന്യൂ. അദ്ദേഹത്തിന്റെ നിലനിൽപ്പും രാഷ്ട്രീയ ഭാവിയും യുദ്ധവും എല്ലാം കൂടിക്കുഴഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് യുദ്ധം ചെയ്യാൻ ആഗ്രഹം നെതന്യാഹുവിനാണ്. പക്ഷേ ഇപ്പോൾ ഇതാ മൊസാദ് ഉൾപ്പെടെ മാറി ചിന്തിച്ചു. നോക്കൂ, ഹമാസിന്റെ താവളങ്ങൾക്ക് നേരെ ഖത്തറിൽ ആക്രമണം നടത്തുന്ന പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോകണമെന്ന് മൊസാദ് പല ആവർത്തി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞതാണ്. ഡേവിഡ് ബാർണി, മൊസാദിന്റെ തലവൻ, ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞതാണ്, ഞാനില്ല, ഈ കളിക്ക് ഞാനില്ല. കാരണം ഖത്തറിനെ നമുക്ക് നാളെയും ആവശ്യമുണ്ട്. ഒരു ഇന്റർലോക്യൂട്ടർ, ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ തീവ്രവാദികളുമായും അല്ല എങ്കിൽ മറ്റ് രാജ്യങ്ങളുമായും ഇസ്രായേലിനെ എതിർക്കുന്ന ശക്തികളുമായും സംസാരിക്കണമെങ്കിൽ ഒരു രാജ്യം വേണം. ആ രാജ്യത്തെ കയറി ആക്രമിക്കുന്നത് ആപത്താണ് എന്ന് അപ്പോൾ നിങ്ങളുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷിൻബിറ്റിന്റെ സഹായത്തോടു കൂടി IDF കൂടെ സഹായത്തോടു കൂടി ഏറിയൽ ബോംബാർഡ്മെന്റിലേക്ക് നീങ്ങിയത്. ആദ്യം കരയുദ്ധമായിരുന്നു പ്ലാൻ ചെയ്തതെന്ന് ഓർക്കണം. ഖത്തറിലേക്ക് ഇസ്രായേലിന്റെ ഒരു കരയുദ്ധം ഒന്നാലോചിച്ച് നോക്കൂ. മാറിക്കിടക്കുന്ന രാജ്യമാണ്. അവിടെ ഇസ്രായേലി മറീനുകൾ എത്തി കരയുദ്ധത്തിലേക്കൊക്കെ എത്തുന്ന കാര്യം നോക്കൂ. അപ്പൊ അതിൽ നിന്നും പോലും അപ്പൊ ഇസ്രായേലിന്റെ ആർമിയുടെ തന്നെ പൂർണ്ണമായ പിന്തുണ, IDF പൂർണ്ണമായ പിന്തുണ, ഹോൾ ഹാർട്ടഡ് ഒരു സപ്പോർട്ട് നെതന്യാഹുവിനില്ല. അപ്പൊ നെതന്യാഹുവിന് ആഭ്യന്തരമായി പോലും സപ്പോർട്ടുകൾ കുറയുന്നു. ജനങ്ങൾ ഒരു നല്ല വിഭാഗം നെതന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബന്ദിമോചനം സാധ്യമായില്ല. ഹമാസുമായി 2 പ്രാവശ്യം നെഗോഷിയേറ്റ് ചെയ്താണ് വെടിനിർത്തി ബന്ദികളെ മോചിപ്പിച്ചത്. അല്ലാതെ ബലം പ്രയോഗിച്ച് ഒരൊറ്റ ബന്ദിയെ പോലും ഇസ്രായേലിന്റെ IDF അവിടുന്ന് ഗാസയിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല. ഇതൊക്കെ ഇസ്രായേലിന്റെ ഗവൺമെന്റിന്റെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പരാജയങ്ങളായിട്ടാണ് എണ്ണുന്നത്. അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു യഥാർത്ഥത്തിൽ ശരശൈലിയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്രായേൽ പരാജയപ്പെടുന്നു എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ഗുഡ്വിൽ ഈസ് ലോസ്റ്റ്, ഓൾമോസ്റ്റ് ലോസ്റ്റ്. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഗുഡ്വിൽ പോയി. ആർമി ലോകത്തിൽ ആരും തന്നെ ഇസ്രായേലിനോട് ഗുഡ്വിൽ ഉള്ളവരില്ല. അബ്രഹാമിക് കരാറുകളിൽ നിന്ന് പല അറബ് രാജ്യങ്ങളും പിന്മാറും. അതുകൊണ്ട് ലോകരാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് അറബി അയൽക്കാരുടെ എല്ലാം ഒരു ശത്രുതയ്ക്ക് പാത്രീഭൂതനാവുകയാണ്. നോക്കൂ, ഇറാൻ ശത്രുവാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. ഇറാൻ ഈസ് നോൺ അറബ്, മാറിക്കിടക്കുന്ന രാജ്യവുമാണ്. പലസ്തീനിയൻ കോസിനു വേണ്ടി അറബ് രാജ്യങ്ങൾ കാര്യമായി ശ്രമിക്കാതിരുന്നപ്പോൾ ഇറാനാണ് അതിനുവേണ്ടി ശ്രമിച്ചത്. ഇറാനാണ് ഈ പലസ്തീനിയൻ തീവ്രവാദികളെ നട്ടുനനച്ച് വളർത്തിയത്. അല്ലായെങ്കിൽ ഹമാസിനെയും ഹിസ്ബുള്ളയും ഹൂതികളെയും എല്ലാം അണിനിരത്തിയത് അറബ് രാജ്യങ്ങളല്ല എന്ന് ഓർക്കണം, അത് ഇറാനാണ്. പക്ഷേ ഇപ്പോൾ ഇതാ അറബ് രാജ്യങ്ങൾ, സൗദി അറേബ്യയും ഈജിപ്തും ഉൾപ്പെടെയുള്ള
അറബ് രാജ്യങ്ങൾ മുന്നണിയിലേക്ക് വരുന്നു. അവർക്കൊരു മുഖം നഷ്ടപ്പെടുന്നതിന് തുല്യമായിരുന്നു ഇറാൻ ആക്രമിക്കുമ്പോൾ അവർ നോക്കി നിന്നു. പക്ഷേ ഇപ്പോഴിതാ ഇവർ ആക്രമിക്കുന്നില്ല എങ്കിൽ പോലും ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നത് അറബി രാജ്യങ്ങൾ തന്നെയാണ്. അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി തയ്യാറാവുമ്പോൾ കൂടുതൽ ഒറ്റപ്പെടുന്ന ഇസ്രയേലിനെ കാണുന്നു. ഒറ്റപ്പെടുന്നു എന്ന് പറയുമ്പോൾ നാളെ ആ ഒറ്റപ്പെടുന്നത് കൊണ്ട് മാത്രം യുദ്ധം അവസാനിക്കും എന്ന സൂചന ഇപ്പോഴില്ല.